നമസ്കാരം. ഒമേഗ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിൽ തൂലികാ നാമങ്ങൾ എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ജോർജ് വർഗീസ്. കാക്കനാടൻ ജോർജ് വർഗീസ്. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് എം.ആർ. നായർ. സഞ്ജയൻ എം.ആർ. നായർ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പി.സി. ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി പി.സി. ഗോപാലൻ. നന്ദനാർ പി.സി. ഗോപാലൻ. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് വി.വി. അയ്യപ്പൻ. കോവിലൻ വി.വി. അയ്യപ്പൻ. ഏകലവ്യൻ കെ.എം. മാത്യു. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് കെ.എം. മാത്യു. മാധവൻ നായർ. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി മാധവൻ നായർ. സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ലീല നമ്പൂതിരിപ്പാട്. പ്രേംജി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം.ബി. ഭട്ടതിരിപ്പാട്. സുരേന്ദ്രൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. ആറ്റൂർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കൃഷ്ണപിഷാരടി. വ്യക്തിയാണ് കൃഷ്ണപിഷാരടി. ആറ്റൂർ കൃഷ്ണപിഷാരടി. ഇപ്പോൾ നമ്മൾ 10 വാക്ക് പഠിച്ച് ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരുപാട് വാക്കുകൾ, ഒരുപാട് തൂലികാ നാമങ്ങളും ആ വ്യക്തികളെ നമുക്കറിയാം. അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ പഠിച്ച 10 എണ്ണത്തിൽ ഒന്ന് ജസ്റ്റ് ഞാൻ വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടുമോ ഒന്ന് പറഞ്ഞു നോക്കണം. കാക്കനാടൻ ജോർജ് വർഗീസ്. അപ്പോൾ കാക്കനാടൻ ജോർജ് വർഗീസ്. സഞ്ജയൻ എം.ആർ. നായർ. നന്ദനാർ പി.സി. ഗോപാലൻ. ഈ നന്ദനും ഗോപാലൻ എന്നൊക്കെ അറിയപ്പെടുന്ന കൃഷ്ണൻ്റെ വാക്കുകളല്ലേ. അപ്പം നന്ദനാർ പി.സി. ഗോപാലൻ. കോവിലൻ വി.വി. അയ്യപ്പൻ. അത് ഒരുപാട് പേര് പഠിക്കുന്ന ക്ലൂ ആണ്. ഈ കോവിലിന് അകത്ത് അയ്യപ്പൻ. അപ്പം കോവിലൻ വി.വി. അയ്യപ്പൻ. ഏകലവ്യൻ കെ.എം. മാത്യു. അടുത്തത് മാലി. ഇത് ചേർത്തങ്ങ് പഠിച്ചാൽ മതി. മാധവൻ നായർ. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. പ്രേംജി എം.ബി. ഭട്ടതിരിപ്പാട്. ആ ഇനിഷ്യലും കൂടെ ഒന്ന് ആലോചിച്ചത്. എം.ബി. ഭട്ടതിരിപ്പാട്. സുരേന്ദ്രൻ ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. ഇ.എം.എസിൻ്റെ ഈ തൂലികാ നാമമാണ് സുരേന്ദ്രൻ എന്നുള്ളത്. ആറ്റൂർ കൃഷ്ണപിഷാരൻ. അപ്പോൾ അടുത്ത തൂലികാ നാമം ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കെ.കെ. നീലകണ്ഠൻ. അപ്പോൾ ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കെ.കെ. നീലകണ്ഠൻ. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് പി.സി. കുട്ടിക്കൃഷ്ണൻ. അപ്പോൾ ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പി.സി. കുട്ടിക്കൃഷ്ണൻ. സിനിക് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി എം. വാസുദേവൻ നായർ. അപ്പോൾ സിനിക് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി എം. വാസുദേവൻ നായർ. തുളസീവനം എന്നറിയപ്പെടുന്നത് ആർ. രാമചന്ദ്രൻ നായർ. പി. അയ്യനേത്ത് എന്നറിയപ്പെടുന്നത് എ.വി. പത്രോസ്. എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എ.വി. പത്രോസ്. ഓംചേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി എൻ. നാരായണപിള്ള. അപ്പോൾ ഓംചേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി എൻ. നാരായണപിള്ള. തോപ്പിൽ ഫാസി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഭാസ്കരപിള്ള. വ്യക്തിയാണ് ഭാസ്കരപിള്ള. ബെന്യാമിൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ബെന്നി ഡാനിയൽ. ആർസു എന്ന തൂലികാ നാമം ആർ. സുരേന്ദ്രൻ്റെതാണ്. അപ്പോൾ ആർ. സുരേന്ദ്രൻ. പവനൻ
പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PV നാരായണൻ നായർ. അപ്പോൾ പവനൻ PV നാരായണൻ നായർ. പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് PV നാരായണൻ നായർ. അപ്പോൾ നമ്മളിപ്പോൾ 10 കൂടെ പഠിച്ച് അപ്പോൾ നമുക്ക് 10 കൂടെ ഒന്നും കൂടെ ഒന്ന് ഓട്ടിച്ച് നോക്കാം. ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ, ഉറൂബ്, PC കുട്ടിക്കൃഷ്ണൻ, സിനിക്, M വാസുദേവൻ നായർ, തുളസീവനം, R രാമചന്ദ്രൻ നായർ, P അയ്യനേത്ത്, AV പത്രോസ്, ഓംചേരി, N നാരായണ പിള്ള, തോഫിൽ പാസി, ഭാസ്കര പിള്ള, ബെന്യാമിൻ, ബെന്നി ഡാനിയൽ, R സുരേന്ദ്രൻ, പവനൻ, PV നാരായണൻ നായർ. അപ്പോൾ നമുക്ക് അടുത്ത തൂലികാനാമം നോക്കാം. പ്രഭ എന്ന തൂലികാനാമത്തെ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൂലികാനാമമാണ് പ്രഭ. അപ്പോൾ പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ. രേവതി എന്ന തൂലികാനാമം TR ശങ്കുണ്ണി. അപ്പോൾ രേവതി എന്ന തൂലികാനാമത്തെ അറിയപ്പെടുന്ന വ്യക്തിയാണ് TR ശങ്കുണ്ണി. അപ്പോൾ TR ശങ്കുണ്ണിയുടെ പേരാണ് രേവതി. TR ശങ്കുണ്ണി, രേവതി. മലയാറ്റൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KB രാമകൃഷ്ണൻ. അപ്പോൾ മലയാറ്റൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് KB രാമകൃഷ്ണൻ. അരുണൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി SK പൊറ്റക്കാട്. അപ്പോൾ SK പൊറ്റക്കാടിൻ്റെ തൂലികാനാമമാണ് അരുണൻ. അപ്പോൾ അരുണൻ SK പൊറ്റക്കാട്. അഭിമന്യു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് NP രാജശേഖരൻ. അപ്പോൾ അഭിമന്യു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് NP രാജശേഖരൻ. അപ്പോൾ NP രാജശേഖരൻ്റെ തൂലികാനാമമാണ് അഭിമന്യു. കുട്ടേട്ടൻ എന്ന തൂലികാനാമം V പുരുഷോത്തമൻ നായർ. അപ്പോൾ കുട്ടേട്ടൻ എന്ന തൂലികാനാമം ആർക്കുള്ളതാണ്? V പുരുഷോത്തമൻ നായർ. അപ്പോൾ V പുരുഷോത്തമൻ നായരുടെ തൂലികാനാമമാണ് കുട്ടേട്ടൻ. കോഴിക്കോടൻ എന്ന തൂലികാനാമം അപ്പുക്കുട്ടൻ നായർ. അപ്പോൾ കോഴിക്കോടൻ എന്ന തൂലികാനാമത്തെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പുക്കുട്ടൻ നായർ. ജൂലിയൻ എന്ന തൂലികാനാമം P ദാമോദര പിള്ള. അപ്പോൾ ജൂലിയൻ എന്ന തൂലികാനാമം P ദാമോദര പിള്ള. അപ്പോൾ P ദാമോദര പിള്ളയുടെ തൂലികാനാമമാണ് ജൂലിയൻ. മുഷ്താഖ് എന്നത് PA മുഹമ്മദ് കോയ. അപ്പോൾ മുഷ്താഖ് എന്ന തൂലികാനാമം PA മുഹമ്മദ് കോയ. മുഷ്താഖ് PA മുഹമ്മദ് കോയ. പ്രശാന്തൻ എന്ന തൂലികാനാമം KM റോയ്. അപ്പോൾ പ്രശാന്തൻ എന്ന തൂലികാനാമം ആർക്കുള്ളതാണ്? KM റോയ്. അപ്പോൾ നമ്മൾ 10 പഠിച്ച് നമുക്കൊന്ന് നോക്കാം. പ്രഭ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് പ്രഭ. TR ശങ്കുണ്ണിയുടെ തൂലികാനാമം എന്തിനാണ്? രേവതി. അപ്പോൾ രേവതി എന്നറിയപ്പെടുന്നത് TR ശങ്കുണ്ണി. മലയാറ്റൂർ KV രാമകൃഷ്ണൻ. അരുണൻ SK പൊറ്റക്കാട്. അഭിമന്യു NP രാജശേഖരൻ. കുട്ടേട്ടൻ V പുരുഷോത്തമൻ നായർ. കോഴിക്കോടൻ അപ്പുക്കുട്ടൻ നായർ. ജൂലിയൻ P ദാമോദര പിള്ള. മുഷ്താഖ് PA മുഹമ്മദ് കോയ. പ്രശാന്തൻ KM റോയി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ PSC പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താം, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അനുസരിച്ച് നമ്മൾ ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ബൈ.